ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എഗ്ഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ബ്രെഡ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കഷ്ണം കാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള, പിന്നെ 2 ക്യാരറ്റ് ഞാൻ നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീരെ എരിവില്ലാത്ത കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത 4 എഗ്ഗ് ആട്ടോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ വൈറ്റ് ആട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ടിഫിനായി കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.